ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്നരുൾ ചെയ്ത ദൈവമേ, എൻ്റെ ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും അങ്ങേക്കിതാ സമർപ്പിക്കുന്നു. എന്നെ അലട്ടുന്ന മൗന നൊമ്പരങ്ങളും പ്രശ്നങ്ങളും രോഗങ്ങളും പാപങ്ങളും എന്നിൽ നിന്ന് നീക്കി ശരീരവിശുദ്ധി നൽകി അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് എന്നെ അലട്ടുന്ന ഈ നിമിഷം നമ്മുടെ രോഗാവസ്ഥകളെ സമർപ്പിക്കാം. ഈ രോഗത്തെ അവിടുത്തെ തിരുസന്നിധിയിൽ അർപ്പിച്ച് വിശ്വാസത്തോട് പ്രാർത്ഥിക്കുന്നു. എന്നെ ഒന്ന് തൊട്ടാലും സൗഖ്യപ്പെടുത്തിയാലും അവിടുത്തെ അമൂല്യമായ തിരക്തത്താൽ എന്നിലുള്ള രോഗാണുക്കളെ നിർവീര്യമാക്കി നാഥ, അവിടുത്തെ തൃക്കരം എൻ്റെ മേൽ നീട്ടണമേ. എന്നിലെ രോഗത്തെ അവിടുന്ന് പൂർണ്ണമായും നീക്കിക്കളയണമേ. എന്നിൽ അവിടുത്തെ സ്നേഹം ചൊരിഞ്ഞ് സമാധാനവും സന്തോഷവും നൽകി പ്രവർത്തന മണ്ഡലങ്ങളിലേക്ക് എന്നെ പറഞ്ഞയക്കണമേ. ഈ രോഗത്തിലൂടെ അങ്ങ് നല്ലവനാണെന്ന് അനുഭവിച്ചറിയുവാൻ എനിക്ക് അവസരം നൽകണമേ. മഹാകാരുണ്യവാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ പിതാവേ, ഒരു നല്ല ദിനം കൂടി ഞങ്ങൾക്ക് തന്നതിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ വരാവുന്ന ആപത്തുകളിൽ നിന്നൊക്കെ ഞങ്ങളെ അവിടുന്ന് കാത്തുപരിപാലിച്ചുവല്ലോ. നിന്റെ കരുണ എത്ര വലിയതാകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. എൻ്റെ ഉള്ളിലെ മാനസിക വിഷമങ്ങൾ അങ്ങ് മനസ്സിലാക്കുന്നുവല്ലോ. ഇന്ന് ഞങ്ങൾ ചെയ്യുന്ന വലുതും ചെറുതുമായ എല്ലാ കാര്യങ്ങളിലും വിശ്വസ്തത പുലർത്താൻ ഞങ്ങൾക്ക് കഴിയണമേ. കർത്താവേ, ഈ സമയത്തെ സകല രോഗികളെയും കഷ്ടത അനുഭവിക്കുന്നവരെയും അവിടുത്തെ തിരുസന്നിധിയിലേക്ക് തരുന്നു. ലോകത്ത് ഒരുവൻ ക്ലേശം അനുഭവിക്കുമ്പോൾ, അവനിൽ നിന്ന് എല്ലാവരും അകലുമ്പോൾ, അവനെ എല്ലാവരും തഴയുമ്പോൾ, അവൻ്റെ നടുവിൽ യേശു ഉണ്ടെങ്കിൽ അവന് അത് മാത്രം മതി. ഞാൻ രക്ഷിക്കപ്പെടും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നവരിൽ അത്ഭുതം പ്രവർത്തിക്കുന്ന മഹാകാരുണ്യവാനായ കർത്താവേ, എൻ്റെ ശരീരത്തിലെ രോഗങ്ങളിലും വേദനയിലും എല്ലാ രോഗാവസ്ഥയും അവിടുന്ന് അത്ഭുതം പ്രവർത്തിക്കണമേ. എൻ്റെ ഉള്ളിലെ എല്ലാ മുറിവുകളും അവിടുത്തെ അത്ഭുത ശക്തിയാൽ നിർവീര്യമാക്കണമേ. എൻ്റെ ശരീരത്തിലെ ഓരോ അണുവിലും അങ്ങ് സ്പർശിക്കണമേ. എൻ്റെ എല്ലാ വേദനകളിലും അങ്ങ് ആശ്വാസമാകണമേ. എൻ്റെ എല്ലാ മുറിവുകളിലും അങ്ങയുടെ രക്തത്തുള്ളികൾ ചേർത്ത് മുറിവുകളെ കരിയിച്ച് കളയണമേ. എൻ്റെ പ്രയാസങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, എൻ്റെ ആഗ്രഹം എന്തുമായിക്കൊള്ളട്ടെ, അത് നിറവേറ്റി കൊടുക്കാൻ യേശുക്രിസ്തു മതിയായവനാകുന്നു എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ആ കുഷ്ഠരോഗിയെ എന്ന പോലെ രോഗങ്ങളെ സ്പർശിച്ച് സൗഖ്യമാക്കണമേ. മനം തകർന്നതായ എന്നെ അവിടുത്തെ ആശ്വാസതീരത്ത് ചേർക്കണമേ. നിത്യനായ ദൈവമേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. പാപികളായ മനുഷ്യർക്ക് വേണ്ടി ജീവൻ ബലികഴിക്കുവാൻ തിരുമനസ്സായ കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു കൊണ്ടേയിരിക്കുന്നുവല്ലോ. പിലാത്തോസിൻ്റെ ഭവനം മുതൽ ഗാഗുൽത്ത മല വരെ കുരിശും വഹിച്ചുകൊണ്ടുള്ള അവസാന യാത്ര അങ്ങേ സ്നേഹത്തിൻ്റെ ഏറ്റവും മഹത്തരമായിരുന്നുവല്ലോ. കണ്ണുനീരിൻ്റെയും രക്തത്തിൻ്റെയും ആ വഴിയിൽ കൂടി വ്യാകുലയായ മാതാവിൻ്റെ പിന്നാലെ ഒരു തീർത്ഥയാത്രയായി ഞങ്ങളും അങ്ങയെ അനുഗമിക്കുന്നു. എല്ലാ കുരിശുകളും സന്തോഷത്തോടെ ചുമന്ന് അങ്ങേക്കൊപ്പം സഞ്ചരിക്കുവാനും എനിക്ക് ശക്തി നൽകണമേ. സ്വർഗത്തിലേക്കുള്ള വഴി ഞെരുക്കമുള്ളതും വാതിൽ ഇടുങ്ങിയതുമാണെന്ന് ഞങ്ങളെ അറിയിച്ച കർത്താവേ, ജീവിതത്തിൻ്റെ ഓരോ ദിവസവും ഞങ്ങൾക്കുണ്ടാകുന്ന വേദനകളും കുരിശുകളും സന്തോഷത്തോടെ സഹിച്ചുകൊണ്ട് ആ ഇടുങ്ങിയ വഴിയിൽ കൂടി സഞ്ചരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. എൻ്റെ എല്ലാവിധ ഉത്കണ്ഠകളും ഞാൻ ദൈവത്തിൽ സമർപ്പിക്കുന്നു. ഈ രോഗാവസ്ഥയെ സമർപ്പിക്കുന്നു. എനിക്ക് ആശ്വാസം തരുന്നതിന് അങ്ങേക്ക് എന്നും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഞാൻ വെളിച്ചത്തിലായിരിക്കണമെന്ന് അങ്ങ് തിരുമനസ്സാകുന്നുവെങ്കിൽ എൻ്റെ ഈ രോഗാവസ്ഥകളെല്ലാം മാറ്റി അനുഗ്രഹിക്കണമേ. എന്നും എപ്പോഴും അങ്ങേക്ക് സ്തുതിയായിരിക്കട്ടെ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉചിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി,
കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി, ആദിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.